ഹായ് ഫ്രണ്ട്സ്, ഇത് എൻ്റെ ലൊക്കേഷൻ. പ്രകൃതി നേച്ചുറായിട്ട് നമ്മൾ ഇതാവുന്നതാണ്. നോക്കൂ, ഇതാണ് എൻ്റെ വീടിൻ്റെ ഒരു അന്തരീക്ഷം. നല്ല പച്ചപ്പും നല്ല ഓക്സിജനും നല്ല ഇതായിട്ട്. ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് വെച്ചാലേ, എൻ്റെ ഒരു കിണർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കിണറ്റിലെ വെള്ളം അതാണ് കാണിക്കുന്നത്. നിങ്ങളെ കണ്ടുവോ? നീല കളറാണ്, സൂപ്പറാണ്. മീനുകൾ ഓടിക്കളിക്കുന്നു, മീൻകുട്ടികൾ ഒക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് പാടാണ്. കണ്ടുവോ നിങ്ങൾ? ഇതാണ് പാടം. ഇത് എൻ്റെ വീട്ടിൻ്റെ മുന്നിലുള്ള കുളം. പച്ച കളറാണ് അതിൻ്റെ വെള്ളം. കണ്ടോ? ഇത്രയൊക്കെ മഴ പെയ്തു, ഇതൊക്കെയായി ആ കളർ. പക്ഷെ വളരെ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ എൻ്റെ കുളവും കിണറും തമ്മിൽ. നോക്കൂ, പക്ഷെ എൻ്റെ കിണറ്റിലെ വെള്ളം നോക്കൂ. ഇനി ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒക്കെ സിസ്റ്ററിൻ്റെ വീടൊക്കെ ഇതേമാതിരി പാടത്തിൻ്റെ അടുത്തുള്ള, പക്ഷേ അവിടെയൊക്കെ വെള്ളം ഭയങ്കര പ്രശ്നമാണ്. അവർ മറ്റേ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഫിൽറ്ററും കാര്യങ്ങളും ഇതൊന്നും വേണ്ട. അതൊന്നുമില്ലാതെ ഞാനിത് കണ്ടില്ലേ, ഈ കാണുന്ന സ്ഥലത്തും ഇതൊക്കെ ഒരു തെങ്ങിൻ കുഴിയാണ്. അവിടെയൊക്കെ നമ്മൾ ചകിരി ഇട്ടിരിക്കുക. ഈ തെങ്ങിൻ്റെ എല്ലാ തെങ്ങിൻ കടയിലും ചകിരി കൂട്ടി ഇട്ടിരിക്കുക. ചകിരി ഇടുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, വെള്ളം നന്നായിട്ട് പിടിക്കും ചകിരിയിൽ. ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതാണ് അതിന്. അപ്പോൾ ഈ വെള്ളം പിടിച്ചിട്ട് നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ മണ്ണിരകൾ ധാരാളം ഉണ്ടാവും. ഈ മണ്ണിര ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കറുത്ത പൊന്നുമാതിരി ഒരു സാധനമുണ്ട്. അത് കൂടെയാണ് നമ്മളെ ഈ വെള്ളം കംപ്ലീറ്റ് കിണറ്റിലേക്ക് പോണത്, ഫിൽട്ടർ ചെയ്തിട്ട് പോണത്. നമുക്കൊന്നും ആ ഒരു ഇത് എന്തൊക്കെ ചെയ്താലും നമ്മൾ ഫിൽട്ടർ ചെയ്യണതിന് കുറേ ഒരു പരിമിതിയുണ്ട്. പക്ഷേ ഇവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ ആ ഒരു വെള്ളം ഇതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളത് നമുക്ക് ശുദ്ധവായു, ശുദ്ധജലം. അതൊന്നും ചിലപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിൽ നടക്കില്ല. കാരണം ചെറിയ 5 സെൻറ്റും 10 സെൻറ്റും ഒക്കെ ആയിട്ടുള്ള ഇതാണ്. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ഈ കിണറ്റിലെ വെള്ളമൊന്നും ഇത്ര ക്ലിയറൊന്നും അല്ലായിരുന്നു. പക്ഷെ ഞാനതിനെ ഇതെന്ത് ചെയ്ത് ഇതാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ആദ്യം കിണർ വറ്റിച്ചു. എന്നിട്ട് അതിൻ്റെ ചെളിയൊക്കെ കോരി എടുത്തു. അതൊക്കെ ചെയ്ത് ഇതൊക്കെയായി. ഇന്ന് വെച്ചാൽ വേറെ എന്തൊക്കെ ഇതുണ്ട്. ഈ തൊട്ടടുത്ത പാടം ഇത് കണ്ടോ? ഇത്രയും അടുത്താണ് എൻ്റെ പാടം കിടക്കുന്നത്. എൻ്റെ ബൗണ്ടറിയാണ് പാടം തുടങ്ങുന്നത്. പിന്നെ വിശാലമായ പാടാണ്. ഒരുപാട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് ദൂരേക്ക് കണ്ട പച്ചപ്പ് വിരിച്ചിട്ട് നിൽക്കുന്ന പാടാണ്. ഈ ഒരു ബൗണ്ടറി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പാടാണ്. ഈ പാടത്തിൻ്റെ വക്കിലുള്ള എല്ലാ കിണറുകൾക്കും ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു ചളി ആയിട്ടുള്ള ഒരു ഇതാണ് വരിക. അതിനെ ഒന്ന് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഇതിൽ ചെയ്തതാണ് ഞാൻ ഈ ചകിരി ഇട്ടിട്ട് ഉള്ളൊരു പരിപാടി. ചകിരി ആരും വെറുതെ കളയരുത്. നല്ലൊരു ഇതാണ്. നമുക്ക് ഇതൊക്കെ വെള്ളം ശുദ്ധീകരിക്കാനും ഇതിനും ഒക്കെ പറ്റുന്നതാണ്. ഇത് കണ്ടു നിങ്ങൾ? തമാശ പറയുന്നതല്ല.
നമ്മൾ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ ഇതായിട്ട് കിട്ടണമെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ അടുത്ത് എവിടെയെങ്കിലും ഇല്ലെങ്കിൽ ഒരു കുഴി കുത്തുക, ആ കുഴിയിൽ കുറേ ചകിരി ഇടുക, അവിടേക്ക് വെള്ളം സപ്ലൈ ചെയ്യുക കിണറിൻ്റെ അടുത്തായിട്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ചകിരി അതിലിട്ടിട്ട് ഇതാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി നിങ്ങളെ കിണറ്റിൽ വെള്ളം കാണും. അതാണ് ഇത് കണ്ടുപോകും. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒന്ന് നോക്കൂ, എല്ലാവരും ഒന്ന് പരിശ്രമിച്ച് നോക്കൂ. അങ്ങനെ സ്ഥലമുള്ള ആൾക്കാർക്കൊക്കെ, സ്ഥലമില്ലെങ്കിലും ചെറിയ നമ്മളെ കിണറുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെ നമുക്ക് ചെയ്യാം. അതിൻ്റെ അടുത്തായിട്ടൊരു കുഴി കുത്തുക, അതിൽ കുറേ ചകിരി ഇട്ടിട്ട്, ചകിരി കിട്ടുന്നത് മാക്സിമം ചകിരി ഇടുക, നമ്മൾ പ്രകൃതിയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ അതിലേക്ക് ഇതാക്കി കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉള്ള വെള്ളത്തിൻ്റെ ഊറൽ നേരെ നമ്മളെ കിണറ്റിലേക്ക് വരും. ആ കിണറ്റിൽ നിന്ന് നമുക്ക് ഇത്രയും ക്ലിയറായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. നമ്മളെ കിണർ ഇത്രയും ക്ലിയർ ആവാൻ ഞാൻ വെറുതെ പറയല്ല കേട്ടോ, എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. എൻ്റെ ഈ ഒരു മതിലിൻ്റെ ഇതിൽ നിൽക്കുന്ന ഒരു കുളത്തിൻ്റെ വെള്ളത്തിൻ്റെ കളർ നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. ഇത് നേച്ചുറായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അല്ലാണ്ട് പ്രകൃതി നമ്മൾക്ക് നല്ല രീതിയിൽ ഇതായി ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മളറിയില്ല. നമ്മൾ ചകിരിയൊക്കെ എടുത്തിട്ട് ഒന്നുമില്ല കത്തിക്കും അല്ലെങ്കിൽ ഇതാവും. അതൊക്കെയാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. അതാണ് നമ്മളെ ഇത്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. സൗകര്യമുള്ള ആൾക്കാർ കണ്ടോ, ഒരു ബ്രാലൊക്കെ വന്ന് നിൽക്കുന്ന കണ്ടോ, ആ ഇലയുടെ അടിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു മീനുകൾ നമ്മളവിടെ എന്താ അതിന് പേര് പറയാ അറിയില്ല. അങ്ങനത്തെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട്, പേരുകളൊന്നും അറിയില്ല കേട്ടോ. കല്ലുത്തി അങ്ങനെയൊക്കെ പറയണ പേര്. ഈ വെള്ളം കണ്ടില്ലേ, ഈ വെള്ളം അടി വരെ കാണും. അതിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് വെയിൽ ഉദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ, എൻ്റെ കിണറിൻ്റെ ഏറ്റവും അടി വരെ കാണിക്കും. ഇപ്പം ഈ മഴക്കാലമല്ലേ, അതുകൊണ്ട് ഈ വെയിൽ ശക്തിയില്ലാത്ത കാരണം വെയിൽ നന്നായി ഉദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടി വരെ എൻ്റെ കിണർ കാണാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. അവരവരുടെ ശുദ്ധജലം ഉണ്ടാക്കാൻ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് പറ്റുന്ന ആൾക്കാർ ചെയ്യാൻ പറ്റുന്ന അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ.